നിങ്ങളോട് ഒരാൾ പറയുന്നു ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ, പള്ളിയിലേക്കൊന്നും പോകും, ജമാഅത്ത് നിസ്കരിക്കാൻ പോവാം, നീ ഇവിടെ കിടന്നുറങ്ങണ്ട എന്നൊരാൾ വിളിക്കുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ചില ആൾക്കാർക്ക് അവരോട് ദേഷ്യം, ചങ്ങായി നിങ്ങൾ പോയി നീ നിസ്കരിച്ചോ, എനിക്ക് എന്റെ കാര്യം നോക്കാനറിയാം, എന്റെ ഖബറിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിവാക്കും. അതേ മനുഷ്യനോട് ഒരുത്തം പറയാണ്, ബൈ നീ വാ നമുക്ക് ഇങ്ങനെ ഇടുന്ന പോലെ പൈസ ഉണ്ടാക്കണ്ടേ, അപ്പൊ നല്ലൊരു പാർട്ട് ടൈം ഞാൻ ജോലി തരാം, നീ വണ്ടി എടുക്കുക, ഇന്ന ആളെ പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ ഒരു പാർട്ട് ടൈം ജോലി എടുത്താൽ ഉടനെ എണീച്ച് എവിടെ പൈസ കേട്ടിട്ട് ഓടും. അപ്പൊ ഈ രണ്ടുപേരും, ഒരാൾ പരലോകത്തേക്ക് വിളിച്ചു, ഒരാൾ ദുനിയാവിലേക്ക് വിളിച്ചു. അപ്പൊ ഈ പരലോകത്തേക്ക് വിളിച്ച ആൾക്കാരോട് ഈ ചങ്ങായിക്ക് വെറുപ്പും വരും, വെറുപ്പ് വന്നില്ലെങ്കിലും അതിനൊരു മടിയും കാണിക്കും. പക്ഷെ ദുനിയാവിന്റെ കാര്യത്തിൽ വിളിച്ചവനെ പെട്ടെന്ന് കൂടും. പക്ഷെ ഈ ദുനിയാവിന്റെ കാര്യത്തിൽ വിളിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, എന്റെ ബിസിനസ്സിൽ കൂടും, ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അവരൊക്കെ ചതിച്ചവരാണ്, കൂടുതൽ പെട്ടവരാണ്, നഷ്ടപ്പെട്ടു പോയവരാണ്. ചിലപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്കായിരിക്കും ഫൈന് കിട്ടുക, അല്ലെങ്കിൽ അവന് ടെൻഷൻ വരും, അല്ലെങ്കിൽ ആ പൈസ ഉപകാരത്തിന് കിട്ടാതാവുക, ചിലപ്പോൾ മരണപ്പെട്ടു, അള്ളാഹു കാത്തു രക്ഷിക്കും. പക്ഷെ ഈ പരലോകത്തിലേക്ക് വിളിക്കുന്ന മനുഷ്യൻ യഥാർത്ഥ സ്നേഹമുള്ള വ്യക്തി ആരായിരിക്കും? തീർച്ചയായിട്ടും പരലോകത്തേക്ക് ക്ഷണിക്കും. കാരണം അത് നിലനിൽക്കുന്ന സമ്പത്തിലേക്കാണ് വിളിക്കുന്നത്. വിളിച്ചു പോയി അവിടെ നിസ്കരിച്ചു, അൽഹംദുലില്ലാഹ്, അവന് പള്ളിയിലേക്ക് പോയി, അവൻ പ്രാർത്ഥിച്ചു, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടി, അവനുള്ള നാളത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്, അവൻ നാളെ മരിച്ചാലും അവന് ടെൻഷന് വേണ്ട, അവനുള്ളത് അവന് സമ്പാദിച്ചു. നിസ്കാരം കയ്യിലുണ്ട്, ഖുർആൻ പാരായണം കയ്യിലുണ്ട്, ദുആ ഉണ്ട്, എല്ലാം ഉണ്ട്, പിന്നെ ഭയപ്പെടേണ്ട. നിസ്കരിക്കാതെ അവൻ ആ ദുനിയാവിന്റെ കാര്യത്തിന് ഇങ്ങനെ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ മരണപ്പെട്ടതെങ്കിൽ നിസ്കരിച്ചിട്ടില്ല, ഖുർആൻ ഓതിയിട്ടില്ല, അവൻ പോയ പൈസക്ക് വേണ്ടി ആ പൈസയും കിട്ടിയിട്ടില്ല, നേരെ നരകത്തിലേക്ക്. അപ്പൊ ഈ ദുനിയാവിനെ കുറിച്ച് അള്ളാഹ് അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളെ ചതിച്ചുകൊണ്ട്, വഞ്ചനയുടെ ലോകമാണ് ഇതെന്ത്. ഇങ്ങനെ ദുനിയാവ് എവിടെ പോയാലും കഞ്ചാവ് വലി കൊല്ലുന്നു, സ്വന്തം അനിയനെ കൊല്ലുന്നു, ഇതെന്ത് ഇങ്ങനെ നിങ്ങൾ ചോദിക്കണ്ട. ഇങ്ങനെ തന്നെയാണ് അള്ളാഹ് പരിചയപ്പെടുത്തി ദുനിയാവിന്. അത് ചതിയുടെ ചരക്ക്. അള്ളാഹ് ഒരു നയാ പൈസയുടെ വില പോലും ദുനിയാവിന് കൊടുത്ത് നമ്മളിവിടെ പടച്ചു വിട്ടത് പരലോകത്തേക്ക് അധ്വാനിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിലേക്കുള്ള സമ്പത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ അധ്വാനിക്കേണ്ടത്. ഡ്യൂട്ടിക്ക് രാവിലെ എണീറ്റ് പോകാൻ യാതൊരു മടിയില്ലാതെ 5 മണിക്ക് അലറാൻ വിളിച്ച് എണീക്കാൻ പറ്റുന്നു, സുബൈക്ക് എണീക്കാൻ പറ്റുന്നില്ല, ഞാൻ സുബൈക്ക് എണീക്കേ ഇല്ല, എനിക്ക് ഉറങ്ങണം, റമദാനിൽ എനിക്ക് ഉറങ്ങണം, ഇതേ ഒരു ചിന്ത. ഒരു മാസം പോലെ അള്ളാഹുവിന് വേണ്ടി ഉറക്കം വഹിക്കാതെ, ഇങ്ങനെ അത്തായം വഹിക്കാതെ കിടന്നുറങ്ങുമ്പോൾ ജമാഅത്തിന് പോകുന്നില്ല. ഇവർക്കൊക്കെ നിങ്ങൾക്ക് ഒരു ലേശ ഉളുപ്പ് എന്നൊരു സംഗതി ഉണ്ട് ചങ്ങായിമാർ, അതൊക്കെ പറയാതിരിക്കാൻ പറ്റും. ഇങ്ങനെ കാണുന്ന ആൾക്കാരുടെ വെറുപ്പാണ് വരുന്നത്. ഒരു മാസമെങ്കിലും പഠിച്ചവന് വേണ്ടിയിട്ട് ഉറക്കം വഹിക്കാത്ത ഒരുപാട് ആൾക്കാർ. ഒരു 10 മാസം നീ ഉറങ്ങുന്നില്ലേ, ഒരു മാസം നിങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതെ ജീവിക്കുന്ന യാ ഹയ്യു യാ ഖയ്യൂം, ഉറങ്ങാതെ നിങ്ങളെ കിഡ്നിനെ, നിങ്ങളെ ഹാർട്ടിനെ, നിങ്ങളെ ജീവിതത്തെ, നിങ്ങളെ മക്കളെല്ലാം സംരക്ഷിക്കുന്ന റബ്ബിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ആഹാരം തരുന്ന റബ്ബിന് വേണ്ടി, നിങ്ങൾക്ക് ജോലി തരുന്ന റബ്ബിന് വേണ്ടിയിട്ട് ഒരു മാസം ഉറക്കം വഹിക്കാൻ, രാവിലെ ഒന്ന് പള്ളിക്ക് പോകാൻ, തഹജ്ജുദ് നിസ്കരിക്കാനൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങൾ ലജ്ജിക്ക് പോയി. അപ്പൊ അങ്ങനെ പാടില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ വിളിക്കുന്നതിനെ കുറച്ച് മാറ്റിവെച്ച് പരലോകത്തിന് കൂടുതൽ മുൻഗണന കൊടുക്കുക, അതിനേക്കുള്ള സമ്പാദിക്കാൻ സമയമില്ല. നാളെ മരിച്ചുപോയാൽ ഒന്നും ഇല്ലാതെ കബറിൽ കിടക്കേണ്ടി വരും. ദുനിയാവിൽ എത്ര നീ എത്ര സ്ഥലം വാരി കൂട്ടി, എത്ര വീട് വെച്ചെങ്കിലും അത് വേറെ ആയിരിക്കാണ് പോകുന്നത്, വേറെ ആരും കൊണ്ടുപോകും, നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അപ്പൊ അതിനെ അധ്വാനിക്കേണ്ടെന്നല്ല, അത് അധ്വാനിക്കുന്നതിന്റെ ഇടയിൽ ഇത് മറന്നു പോകണം. പ്രയോറിറ്റി കൊടുക്കേണ്ടത് പരലോകത്തിനാണ്. അതാണ് റബ്ബ് നമ്മളോട് പറഞ്ഞത്, ദുനിയാവല്ല പരലോകമാണ്, അവിടെയാണ് വിജയം.